ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ ടോക്ക് ഷോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻഡിഗോ എയർലൈൻസ് ഡയറക്ടറായി നിയമിതനായത്. ഇൻഡിഗോ എയർലൈൻസ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഉത്തരം അമിതാഭ് കാന്ത്. അടുത്തിടെ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം. അടുത്തിടെ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആരാണ്? ഉത്തരം ഡിയാഗോ ജോട്ട. ഗാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഗാന എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ. ഗാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഗാന എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ. ഉത്തരം നരേന്ദ്രമോദി. അടുത്തത്: ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം. ഉത്തരം അഞ്ചിഗദ് പാലം. ഏത് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ് റീക്ലെയിം ഫ്രെയിംവർക്ക്? ഏത് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ് റീക്ലെയിം ഫ്രെയിംവർക്ക്? ഉത്തരം കൽക്കരി മന്ത്രാലയം. ഗവേഷണ വികസന നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ വകുപ്പ്. ഗവേഷണ വികസന നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ വകുപ്പ് ഏതാണ്? ഉത്തരം ശാസ്ത്ര സാങ്കേതിക വകുപ്പ്. അടുത്ത ചോദ്യം: റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ. ഉത്തരം റെയിൽ വൺ. ഏതാണ്? റെയിൽ വൺ. അടുത്ത ചോദ്യം ഇതാണ്: ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമായ GOSAT GW വികസിപ്പിച്ച രാജ്യം. ഉത്തരം ഇതാണ്: ജപ്പാൻ. ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കൽ ലക്ഷ്യമിട്ടുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കൽ ലക്ഷ്യമിട്ടുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ് ഗരീബി മുക്ത് ഗാവ് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാനാണ്. പാമ്പുകടിയേറ്റിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. പാമ്പുകടിയേറ്റിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. ഉത്തരം സർപ്പപാഠം. എന്താണ്? സർപ്പപാഠം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതാണ്: ജ്യോതി ഉമ. പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനം. പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനം. ഉത്തരം ബീഹാർ. ലോക ഡോക്ടേഴ്സ് ദിനം എന്നാണ്? ലോക ഡോക്ടേഴ്സ് ദിനം. ഉത്തരം ജൂലൈ 1. നാഷണൽ ചാർട്ടേഡ് അക്കൗണ്ട് ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 1. മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ. മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ. ഉത്തരം തേജ്ബീർ സിംഗ്. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ദലൈലാമ. 2023 കേരള സംസ്ഥാന ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത്. 2023 കേരള സംസ്ഥാന ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം കെ കുഞ്ഞികൃഷ്ണൻ.
പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം. പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. 2025 ജൂണിൽ നിര്യാതനായ ദളിത് ചിന്തകൻ. 2025 ജൂണിൽ നിര്യാതനായ ദളിത് ചിന്തകൻ ആരാണ്? ഉത്തരം എം സലീം കുമാർ. എം സലീം കുമാർ. 2029 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് വേദിയാകാൻ പോകുന്നത്. 2029 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് വേദിയാകാൻ പോകുന്നത്. ഉത്തരം അഹമ്മദാബാദിലാണ്. ഉത്തരം അഹമ്മദാബാദ്. 2025 ജൂണിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം. 2025 ജൂണിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം. ഉത്തരം RBI. എന്താണ്? RBI ആണ്. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം. ഉത്തരം കേരളമാണ്. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. ഉത്തരം വയോസാന്ത്വനം. എന്താണ്? വയോസാന്ത്വനം. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ഒരു നിയോലിത്തിക് പാറക്കൂട്ടം കണ്ടെത്തിയത്? തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ഒരു നിയോലിത്തിക് പാറക്കൂട്ടം കണ്ടെത്തിയത്? ഉത്തരം ഇതാണ് കന്യാകുമാരി. ഉത്തരം കന്യാകുമാരി. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള പദ്ധതി. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള പദ്ധതി. ഉത്തരം സേഫ്. എന്താണ്? സേഫ്. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം. ഉത്തരം 8 സ്വർണം 10 വെള്ളി 6 വെങ്കലം. 8 സ്വർണം 10 വെള്ളി 6 വെങ്കലം. കാസ്പിയൻ ഗൾ, അതായത് ലാറസ് കാച്ചുനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം. കാസ്പിയർ ഗൾ എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം. ഉത്തരം കേരളം. ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം. ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം. ഉത്തരം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഏതാണ്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം ഏതാണ്? അമോലോപ്സ് ഷില്ലോങ്. അമോലോപ്സ് ഷില്ലോങ്. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഡോക്ടർ CR പ്രസാദ്. ഡോക്ടർ CR പ്രസാദ്. UN പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. UN പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം ഇതാണ് അനലീന ബാർബോക്ക്. അനലീന ബാർബോക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. 2024-25 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? 2024-25 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, കൂടാതെ നിങ്ങൾക്കിനി ഏത് വീഡിയോ ആണോ ആവശ്യം അതേതാണെന്നും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.